Hello, good morning, welcome back to Learn Psychology in Malayalam. ഇന്ന് നമ്മൾ മെമ്മറി എന്നുള്ള ടോപ്പിക്കിൻ്റെ മറ്റു വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മെമ്മറി എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ മെമ്മറിയുടെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മെമ്മറിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രോസസ്സും പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് മെമ്മറിയും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെമ്മറി എന്നാൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളെ നമ്മളുടെ ബ്രെയിനിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില പ്രത്യേക ടാസ്കുകൾ ചെയ്യുമ്പോൾ അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടും ഉള്ള നമ്മളുടെ കഴിവിനെ, അതായത് എബിലിറ്റിയെയാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, എന്തുപോലുള്ള ടാസ്കുകളായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക മെമ്മറി ഉപയോഗിച്ച്? നമ്മളുടെ ഓർമ്മശക്തി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊഗ്നിറ്റീവ് ടാസ്കുകളായിരിക്കും അല്ലേ? കൊഗ്നിറ്റീവ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ തോട്ട് പ്രോസസ്സ് ഉപയോഗിച്ച്, നമ്മുടെ മെൻ്റൽ ഫങ്ഷനിങ് ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട ടാസ്കുകൾക്കൊക്കെ നമുക്ക് മെമ്മറി ആവശ്യമാണ് അല്ലേ? അങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ ആ കൃത്യസമയത്ത് നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ നമ്മൾ മെമ്മറി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ മെമ്മറിയിൽ ഇൻഫോർമേഷൻസ് ഇങ്ങനെ നിലനിർത്തുകയാണ്, പുറത്തെടുക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ അതിന് 3 സ്റ്റെപ്സ് ഉണ്ട്, 3 സ്റ്റേജസ് ഉണ്ട് ഇത് നടക്കാൻ വേണ്ടിയിട്ട്. ആ 3 സ്റ്റേജസ് ആണ് എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പറയാം അല്ലേ? സെൻസറി ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? നമ്മളുടെ കണ്ണിൽ നിന്നും കാതിൽ നിന്നും നമ്മളെ സ്കിന്നിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ്, കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ഇൻഫോർമേഷൻസ്, ചെവി കൊണ്ട് കേൾക്കുന്ന നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ്, ഇത്തരം ഇൻഫോർമേഷൻസിനൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രെയിനിലേക്ക് എടുക്കുന്നത് അല്ലേ? കൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്, അതുകൊണ്ട് ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രെയിനിൽ എടുത്തു വെക്കുന്നുണ്ട്. എന്നാൽ അതൊരു പെർട്ടിക്കുലർ ഫോമായിട്ടാണ് എടുത്തു വെക്കുന്നത്. ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറേജ് എന്തായിരിക്കും? സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്റ്റോറിൻ്റെ ഫങ്ഷൻ വരുന്നത്? കാര്യങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ എൻകോഡിങ് വഴി ഒരു പെർട്ടിക്കുലർ ഫോമായിട്ട് നമ്മുടെ മെമ്മറി മാറിയിട്ടുണ്ട്. ആ ഫോമായിട്ട് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ്, ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റിട്രീവൽ എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്രീവൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഓർത്ത് വെച്ച ഇൻഫോർമേഷൻസ് സ്റ്റോറേജിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റോറേജിൽ നിന്നും നമുക്ക് വേണ്ട സമയത്ത്, നമ്മൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പുറത്തേക്ക് വരണം. എക്സാം എഴുതുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ? ആ പ്രോസസ്സിനെയാണ്, കറക്റ്റ് സമയത്ത് നമുക്ക് വിവരങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രോസസ്സിലൂടെയാണ് മെമ്മറി നടക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെമ്മറി എന്താണെന്ന് എഴുതുമ്പോൾ മെമ്മറി എന്താണ് എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സൂടെ എഴുതിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മെമ്മറിൻ്റെ ഒരു അത്യാവശ്യത്തിന് എഴുതാനുള്ള ഒരു കണ്ടൻറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിലേക്ക്, നമ്മുടെ ഒറിജിനൽ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് മെമ്മറീനെ പറ്റി പറയുമ്പോൾ നമുക്ക് 3 മെമ്മറി ടൈപ്സാണ് പഠിക്കാനുള്ളത്. ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി വിച്ച് ഈസ് നോൺ ഡിക്ലറേറ്റീവ്, നെക്സ്റ്റ് വരുന്നത് സെൻസറി മെമ്മറി. അപ്പോൾ എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, സെൻസറി മെമ്മറി, ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് മെമ്മറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറി എന്താണെന്നുള്ളത് നോക്കാം. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് ഓർത്ത് വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം, അങ്ങനെ ഒരു ഇൻറ്റൻഷനോടെ മാത്രം നമ്മൾ പഠിച്ചു വെക്കുന്ന വിവരങ്ങൾ അത് സ്റ്റോർ ചെയ്യുന്ന എബിലിറ്റിക്കാണ് നമ്മൾ പറയുന്നത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു ടൈപ്പായിട്ട് പറയുന്നതാണ് വർക്കിംഗ് മെമ്മറി. ആ ഒരു പേര് നിങ്ങൾക്ക് എന്ത് മീനിങ് ആണ് കൊണ്ടുവരുന്നത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്മറി അല്ലേ? നമ്മളൊരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെമ്മറി എന്നുള്ളൊരു മീനിങ് അതിന് വരുന്നുണ്ട് അല്ലേ? അത് തന്നെയാണ് വർക്കിംഗ് മെമ്മറീൻ്റെ ഫങ്ഷനും. അതായത് നമ്മളൊരു ഉദ്ദേശത്തോടെ, അതായത് നമ്മളൊരു ഫ്രണ്ട് അവരുടെ നമ്പർ നമുക്ക് ഷെയർ ചെയ്യാണ്, നമ്മളത് അപ്പോൾ തന്നെ മെമ്മറൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് അപ്പോൾ തന്നെ നമ്മൾ
യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുന്നു. അതായത് ഒരു ഫ്രണ്ട് അവരുടെ നമ്പർ പറഞ്ഞെന്ന് നമ്മളത് വിത്തിൻ സെക്കൻഡ്സ് അതിൻ്റെ വർക്ക് കിടക്കുകയാണ്. അതായത് നമ്മളത് റിമെമ്പർ ചെയ്ത ഉടനെ നമ്മളത് ഡയൽ ചെയ്ത് ജസ്റ്റ് ഒരു മിസ് കാൾ അവർക്ക് കൊടുക്കുന്നു. അതായത് നമ്മുടെ ആ സമയത്ത് നമ്മുടെ മെമ്മറി ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിനെ നമുക്ക് വർക്കിംഗ് മെമ്മറി എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളൊരു മാത്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ബിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്യാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എത്ര ക്യാഷ് ആയിട്ടുണ്ടാകും, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു ഏകദേശം കണക്ക് നമ്മളിങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ആ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോൾ എടുത്ത പ്രൊഡക്ട്സിൻ്റെ കണക്കുകൾ നമ്മളുടെ തലയിലുള്ളത് കൊണ്ടാണ്, നമ്മുടെ ബ്രെയിനിൽ ആ ഇൻഫോർമേഷൻസ് സ്റ്റോർഡാണ്. ആ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ തന്നെ നമ്മളത് യൂസ് ചെയ്യാണ്. സോ അങ്ങനെയുള്ള മെമ്മറിക്കാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ സെമാൻറ്റിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങിന് വരുന്നത് ലോജിക് എന്നുള്ളതാണ്. അതായത് സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് അല്ലെങ്കിൽ ലോജിക് എന്നാണ് ആ ഒരു വേർഡ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക് മീനിങ് ഇത് വെച്ചിട്ട് തന്നെ നമുക്കത് പഠിക്കാം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ, ചില വേൾഡിനെ പറ്റിയിട്ടുള്ള, അതായത് നമുക്ക് എത്ര സണ്ണുണ്ട്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് മറന്നു പോവാത്തൊരു ഫാക്റ്റാണ് അല്ലേ. എന്നാൽ അത് നമുക്ക് കോൺഷ്യസ്നെസ്സോടെ നമ്മൾ എഫേർട്ട് എടുത്ത് ഇൻറ്റൻഷനോടെ പഠിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടെ മാത്രം പഠിക്കുന്ന ഫാക്ട്സ് ആണ് താനും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെമ്മറിയാണ് സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നത്. അതായത് ലോജിക്സ്, ചില കൺസെപ്റ്റുകൾ, അതായത് നേരം വെളുക്കുന്നു, രാത്രിയാകുമ്പോൾ നമുക്ക് മൂണിനെ കാണാൻ കഴിയുന്നു, നേരം വെളുക്കുമ്പോൾ സണ്ണാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് എന്താണ്, നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് പഠിച്ച കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ അതൊന്നും മറന്നു പോവാൻ അത്ര ഈസിലി നമ്മൾ മറന്നു പോവാത്ത കാര്യങ്ങളുമാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന തേർഡ് ടൈപ്പാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ ലൈഫ് ഇവൻറ്റ്സിന് നമ്മൾ ഓരോ എപ്പിസോഡ് ഓഫ് ലൈഫ്സ് ആണെന്ന് പറയാം. അതായത് നമ്മളെ ജീവിതത്തിൽ നടന്ന ചില എപ്പിസോഡ്സ് ഓർത്ത് വെക്കുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷമായിരിക്കും നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ, 1 year ബാക്ക് അല്ലേ. അപ്പോൾ ആ 1 year ബാക്കുള്ള കാര്യം നമുക്ക് ആ ഒരു ഇവൻറ്റ് പോലെ തന്നെ അന്ന് രാവിലെ എന്ത് നടന്നു, എന്ത് കേക്കായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ഡ്രസ്സായിരുന്നു നമ്മൾ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ച ദിവസം അന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മൾ എന്നും ഓർത്ത് വെക്കുന്നതാണ്. അത് എപ്പിസോഡിക് മെമ്മറിയാണ്, നമ്മളൊരു ഇവൻ്റായിട്ട് അത് ഓർത്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജസ് നടന്നിട്ടുള്ള ദിവസങ്ങൾ, അപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സൊക്കെ നമ്മൾ എപ്പിസോഡ്സ് ആയിട്ട് ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മെമ്മറി ടൈപ്പാണ് നോൺ ഡിക്ലറേറ്റീവ് ഓർ ഇംപ്ലിസിറ്റ് മെമ്മറി. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടും നമുക്ക് പറയാം. അതായത് ഇവിടെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് വിവരങ്ങൾ ഓർത്ത് വെക്കുന്നത്. അതായത് നമ്മൾക്കൊരു എഫേർട്ടും ഇല്ലാതെ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന കാര്യങ്ങളാവില്ല, നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ബ്രെയിനിലേക്ക് കയറിപ്പോകുന്ന ഇൻഫോർമേഷൻസ്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുന്ന മെമ്മറിയാണ് നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ അവെയർനെസ് ഉണ്ടാവില്ല, നമ്മൾക്കൊരു എഫേർട്ടും എടുക്കേണ്ടി വരില്ല, നമുക്കൊരു ഇൻറ്റൻഷനും ഉണ്ടാവില്ല. അതായത് ഇന്ന കാര്യം എനിക്ക് ഓർത്ത് വെക്കണം, ഇന്ന കാര്യം എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ നമ്മളുടെ തലയിലേക്ക് കയറി പോകുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ടൈപ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് പ്രൈമിങ് എന്നുള്ളത്. പ്രൈമിങ് അൺകോൺഷ്യസ് ആയിട്ട്, അതായത് നമ്മുടെ ബോധാവസ്ഥയിൽ നമ്മൾ ബോധത്തോടെ ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. പ്രൈമിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് ഒരു സ്ട്രേഞ്ചർ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ആളുടെ പോക്കറ്റിൽ ഗണ്ണിൻ്റെ ഒരു ഭാഗം ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഗണ്ണ് പുറത്തേക്കായിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫിയർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫിയർ വരാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഗണ്ണ് എന്നുള്ളത് ഒരു ക്രൈമിന് അല്ലെങ്കിൽ എന്തായാലും ഒരു നല്ല ഉദ്ദേശം അല്ല ഗണ്ണ് കാണുമ്പോൾ നമുക്ക് വരുന്നത് അല്ലേ. ഗണ്ണ് എന്നുള്ളത് ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഒരു ഇൻഫോർമേഷൻ നമുക്കുണ്ട് അല്ലേ. അതെങ്ങനെയാണ് പെട്ടെന്ന് ഗണ്ണ് കണ്ട ഉടനെ നമ്മളിലേക്ക് മറ്റ് ഇൻഫോർമേഷൻസ് കണക്ട് ആയത്? ഗണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് വെടിവെക്കുന്നതും വയലൻസും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം വെടിവെക്കുന്നത്, വയലൻസ് എന്നുള്ള
എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. ഓക്കെ, അപ്പോൾ ഈ അസോസിയേഷൻ ഇങ്ങനെ പെട്ടെന്ന് കണക്റ്റായി പോവുകയാണ്. നമുക്ക് ഗൺ എന്നുള്ള കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈമിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ തലയിലുള്ള ഓരോ ഇൻഫോർമേഷൻസ് തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്ത് അത് നമുക്കൊരു വേണ്ട ഇൻഫോർമേഷൻസ് തരുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫിയർ അവിടെ വന്നത്, ഒരു പേടി വന്നത്. നമ്മൾ അവിടെ നിന്ന് ഇനിയുള്ള മാർഗ്ഗങ്ങൾ, അതായത് ആളുടെ സംസാരം നിർത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടാനൊക്കെയുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് തരുന്നത് ഈ പ്രൈമിങ് അവിടെ നടന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റിമുലസ് തമ്മിലുള്ള അസോസിയേഷൻ, ആ അസോസിയേഷൻ ലേൺ ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ടേംസ് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. നമുക്ക് പറയാം, രണ്ട് സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെല്ലും ഫുഡും തമ്മിൽ അസോസിയേറ്റ് ചെയ്യാം. നമുക്കറിയാം കോളേജസിൽ അല്ലെങ്കിൽ സ്കൂൾസിലൊക്കെ ബെല്ല് 12:30 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ബെല്ലും നമ്മുടെ ലഞ്ച് ഫുഡും തമ്മിൽ നമ്മൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ലേൺ ചെയ്യുന്നു. അതെങ്ങനെയാണ് ആ ലേണിങ് അവിടെ നടന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ. സോ സ്വാഭാവികമായിട്ടും ബെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ഏർജ് അവിടെ വരുന്നത്. അത് രണ്ട് സ്റ്റിമുലസ് തമ്മിൽ, ഈ ബെല്ലും ഫുഡും തമ്മിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പഠിച്ചത് കാരണമാണ്, അത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തത് കാരണമാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് മോട്ടോർ അല്ലെങ്കിൽ പ്രൊസീജിയറൽ മെമ്മറി. മോട്ടോർ അല്ലെങ്കിൽ പ്രൊസീജിയറൽ മെമ്മറി എന്തുകൊണ്ടായിരിക്കും ഇംപ്ലിസിറ്റ് മെമ്മറി ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ പഠിക്കാൻ കുറച്ച് ഡേയ്സും കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത കാര്യമായിരിക്കും അല്ലേ. എന്നാൽ വൺസ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗ്യാപ്പ് ഇട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് ഞാൻ മറന്നുപോയി, ഇന്നലെ എനിക്ക് റിവൈസ് ചെയ്യണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അതായത് നാളെ സ്വിമ്മിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് സ്വിം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ അവിടെ സ്റ്റോർഡ് ആണ് അല്ലേ. ഇങ്ങനെ ഒരു മെമ്മറി ആയിട്ട് നമ്മളുടെ തലയിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ ഡെയിലി സ്വിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വായിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ രാവിലെ പോയിട്ട് സ്വിം ചെയ്ത് നോക്കുന്നോ ഇല്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ പോയിട്ട് നമുക്ക് സ്വിം ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം അത് നമ്മൾ പോലും അറിയാതെ ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായി മാറിയ ഒരു പ്രൊസീജിയറായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇതിനെയാണ് മോട്ടോർ അല്ലെങ്കിൽ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിളാണ് വാക്കിങ് നമ്മൾ ചെറിയ പ്രായത്തിൽ എങ്ങനെയൊക്കെയോ വീണും എഴുന്നേറ്റും ഒക്കെ പഠിച്ചു തുടങ്ങിയൊരു പ്രോസസ്സാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് വാക്കിങ് നമ്മളൊരു എഫേർട്ടും ഇല്ലാതെ നമ്മൾ ബോധത്തോടെ ശ്രദ്ധിക്കാതെ തന്നെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഒരു കാല് മുന്നോട്ട് വെക്കുക, ഒരു കാലിന് ബാലൻസ് കൊടുക്കുക, ഇങ്ങനെയൊന്നും നമ്മൾ സ്റ്റെപ്പ് വൈസ് റിമെമ്പർ ചെയ്തിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇത്രയാണ് 2 ടൈപ്സ് ഓഫ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറിയും എക്സ്പ്ലിസിറ്റ് മെമ്മറിയും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന തേർഡ് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി ആ ഒരു ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ സെൻസസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് സെൻസറി മെമ്മറി. എന്തൊക്കെയാണ് നമ്മളുടെ സെൻസസ്? നമ്മളുടെ കണ്ണ് സെൻസാണ്. നമ്മൾ കണ്ണ് കൊണ്ട് വായിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് അല്ലേ. കണ്ണ് സ്റ്റോർ ചെയ്യുന്നതാണ്. ആദ്യം എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ എത്രത്തോളം ഓർത്ത് വെച്ചു, എത്രത്തോളം റിവൈസ് ചെയ്തു, അത് എത്രത്തോളം നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നുള്ളതിലൊക്കെ ഉപരി ഒരു സെൻസറി രജിസ്റ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു രജിസ്ട്രേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ഒരാളുടെ മുഖം കണ്ടു, ഒരു സ്ട്രേഞ്ചറിൻ്റെ മുഖം കണ്ടു. ഈ സ്ട്രേഞ്ചറിൻ്റെ മുഖം നമ്മൾ വീണ്ടും കാണുമ്പോൾ ആ സ്ട്രേഞ്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ സെൻസറി രജിസ്റ്റർ അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, സെൻസറി മെമ്മറി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന ആളുകളുടെ സൗണ്ട്, നമ്മൾ പിന്നെ ആളുടെ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യാണ് ഇത് ഇന്ന ആളുടെ സൗണ്ടാണെന്നുള്ളത്. അപ്പോൾ അത്തരം ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് സെൻസറി മെമ്മറി എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ സെൻസറി മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ നിന്നും നമ്മളുടെ സ്കൂളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ചില കടകൾ ഓപ്പൺ ആണ്, ചില കടകൾ ഓപ്പൺ അല്ല, ചില കടകളുടെ ഫ്രണ്ടിൽ ആളുകൾ നിൽക്കുന്നുണ്ട്, കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് ഒരു ഉച്ച സമയമാകുമ്പോൾ നമ്മൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു, എത്ര കടകൾ നമ്മൾ പാസ് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കറക്റ്റായിട്ട് അത് ഓർത്ത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമെന്നുണ്ടെങ്കിലും സെൻസറി മെമ്മറിയിൽ ഒരുപാട് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനുള്ള സമയം, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 200 to 500 മില്ലി സെക്കൻഡ്സ് മാത്രമേ ഇത് ഓർത്ത് വെക്കാറുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്.
അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് റിവൈസ് ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മ വരാറുണ്ടല്ലോ, അപ്പോൾ ഇതെങ്ങനെ എപ്പോഴും പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നതെന്നുള്ളത് അല്ലേ. അത് കാരണം നിങ്ങൾ അവിടെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതൊക്കെ സെൻസറി മെമ്മറിയിലേക്ക് പോകും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ അറ്റൻഡ് ചെയ്ത വസ്തുക്കൾ മാത്രമേ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് പിന്നെ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് കടന്നു പോകുന്നുണ്ട്. അത് നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ ഒരുപാട് കപ്പാസിറ്റിയുള്ള കുറച്ച് സമയം മാത്രം ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറി സിസ്റ്റമാണ്. ഈ മെമ്മറി സിസ്റ്റത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഐക്കോണിക് സെൻസറി മെമ്മറി എന്നും, ചെവി കൊണ്ട് കേൾക്കുന്ന സൗണ്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് എക്കോയിക് സെൻസറി മെമ്മറി എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത്തരം മെമ്മറിയുടെ കാര്യത്തിൽ സ്റ്റഡീസ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, സെൻസറി മെമ്മറീൻ്റെ സ്റ്റഡീസ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ജോർജ് സ്പെർലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇതുകൂടെ ഒന്ന് എക്സ്ട്രാ ഇൻഫോർമേഷനായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഫർദർ ക്ലാസ്സസ് മെമ്മറിയുടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റ് സൈക്കോളജി ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.